നമസ്കാരം. ഓ ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം. കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ശതതമസർഗഃ 100-ാം സർഗം. സർഗം 100-ലെ 1 തുടങ്ങി 10 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. 100-ാം സർഗത്തിലെ 1-ാമത്തെ ശ്ലോകം. ജഡിലം ചീരവസനം പ്രാഞ്ജലിം പതിതം ഭുവി ദദർശ രാമോ ദുർദർശം യുഗാന്തേ ഭാസ്കരം യഥാ. കഥം ചിദഭിവിജ്ഞായ വിവർണവദനം കൃശം ഭ്രാതരം ഭരതം രാമ പരിജഗ്രാഹപാണിനാ. ആഘ്രായ രാമസ്തം മൂർധ്നി പരിഷ്വജ്യ ച രാഘവം അംഗേ ഭരതമാരോപ്യ പരിപൃച്ഛത സാദരം. കൊനുതേ ഭൂത്പിതാ താതാ യദരണ്യം ത്വമാഗതഃ നഹി ത്വം ജീവിതസ്തസ്യ വനമാഗന്തുമർഹസി. ചിരസ്യ ബദപശ്യാമി ദൂരാത് ഭരതമാഗതം ദുഷ്പ്രതീകമരണ്യേസ്മിൻ കിം താതവനമാഗതഃ. കച്ചിന്നുധരതേ താതാ രാജായേത്വമിഹാഗതഃ കച്ചിന്നദീനസഹസാ രാജാലോകാന്തരം ഗതഃ. കച്ചിത് സൗമ്യനദേ രാജ്യം പൃഷ്ടം ബാലസ്യ ശാശ്വതം കച്ചിശുശ്രൂഷസേ താതാ പിതുഃ സത്യപരാക്രമം. കച്ചിത് ദശരഥോ രാജാ കുശലീ സത്യസംഗരഃ രാജസൂയാശ്വമേധാ നാമ അർഹതാ ധർമ്മനിശ്ചിതഃ. ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. 8-ാമത്തെ ശ്ലോകം. കച്ചിത് ദശരഥോ രാജാ കുശലീ സത്യസംഗരഃ രാജസൂയാശ്വമേധാനാം അർഹതാ ധർമ്മനിശ്ചിതഃ. സ കച്ചിത് ബ്രാഹ്മണോ വിദ്വാൻ ധർമ്മനിത്യോ മഹാദ്യുതിഃ ഇക്ഷ്വാകൂണാമുപാധ്യായോ യഥാവത്താത പൂജ്യതേ. താത കച്ചിച്ച കൗസല്യ സുമിത്രാ ച പ്രജാപതി സുഖിനീ കച്ചിദാര്യാ ച ദേവീ നന്ദതി കൈകയീ. സർഗം 100-ലെ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ഇപ്പോൾ ഭരതനും ശത്രുഘ്നനും അതുപോലെ മറ്റുള്ള പ്രജകളും അവരുടെ ഗുരുവും എല്ലാവരും ഇപ്പോൾ രാമൻ്റെ അരികിൽ എത്തിയിരിക്കുകയാണ്. വസിഷ്ഠ മഹാമുനിയും എല്ലാവരും രാമൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു.
അപ്പോൾ അവരന്യോന്യം കണ്ടിട്ടുള്ള ഈ അവസ്ഥകളൊക്കെയാണ് ഇനി വിവരിക്കുന്നത്. എല്ലാവരുടെയും ദുഃഖവും സന്തോഷവും ചേർന്ന ഒരു അവസ്ഥ. സർഗം 100 ശതതമ സർഗയിലെ 1-ാമത്തെ ശ്ലോകം. ജഡിലം ചീരവസനം പ്രാഞ്ജലിം പതിതം ഭുവി ദദർശ രാമോ ദുർദർശം യുഗാന്തേ ഭാസ്കരം യഥാ. ജഡധരിച്ച മരവുരിയുടുത്ത കൂപ്പ് കൈയോടെ നിലത്ത് വീണ് കിടക്കുന്ന ഭരതനെ നോക്കാൻ വയ്യാത്ത നിലയിലുള്ള കൽപ്പാന്ത സൂര്യനെ എന്ന പോലെ രാമൻ കണ്ടു. ശ്ലോകം 2. കഥം ചിദഭിവിജ്ഞായ വിവർണവദനം കൃശം ഭ്രാതരം ഭരതം രാമ പരിജഗ്രാഹപാണിനാ. കൃശനും വിവർണമുഖനുമായ ഭരതനെ വല്ല വിധവും പണിപ്പെട്ട് തിരിച്ചറിഞ്ഞതോടെ രാമൻ കൈകൊണ്ട് ഉയർത്തി താങ്ങി. ശ്ലോകം 3. ആഘ്രായ രാമസ്തം മൂർധ്നി പരിഷ്വജ്യ ച രാഘവം അംഗേ ഭരതമാരോപ്യ പരിപൃച്ഛത സാദരം. മൂർധാവിൽ മുകരികയും ആശ്ലേഷിക്കുകയും ചെയ്തിട്ട് രാമൻ ഭരതനെ അംഗതലത്തിലിരുത്തി വാത്സല്യപൂർവം ചോദിച്ചു. ശ്ലോകം 4. കൊനുതേ ഭൂത്പിതാ താതാ യദരണ്യം ത്വമാഗതഃ നഹി ത്വം ജീവിതസ്തസ്യ വനമാഗന്തുമർഹസി. വത്സ, നീ കാട്ടിലേക്ക് പോന്നുവല്ലോ. അച്ഛൻ എവിടെയാണ്? അദ്ദേഹം ജീവിച്ചിരിക്കെ നീ കാട്ടിലേക്ക് പോരാൻ പാടുള്ളതല്ലല്ലോ. ശ്ലോകം 5. ചിരസ്യ ബതപശ്യാമി ദൂരാത് ഭരതമാഗതം ദുഷ്പ്രതീകമരണ്യസ്മിൻ കിം താതവനമാഗതഃ. ശ്ലോകം 5-ന്റെ അർത്ഥം: ഏറെ ദൂരത്തിൽ നിന്ന് യാത്ര ചെയ്തിരിക്കുന്ന ഭവാനെ ഏറെ കാലത്തിന് ശേഷം കണ്ടാൽ തിരിച്ചറിയാനാവാത്ത മാറ്റങ്ങളോടെ ഞാൻ കാണുന്നുവല്ലോ. ഭരതൻ ദുഃഖം കൊണ്ടും നിരാശ കൊണ്ടും പശ്ചാത്താപം കൊണ്ടുമൊക്കെ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ ഇപ്പോൾ. അങ്ങനെ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഭരതനിൽ കാണാനുള്ളത്. എന്താണ് നീ കാട്ടിലേക്ക് പോന്നത്? ശ്ലോകം 6. കച്ചിന്നു ധരതേ താത രാജായത്വമിഹാഗതഃ കച്ചിന്നദീന സഹസ രാജാലോകാന്തരം ഗതഃ. രാജാവ് ആപത്തൊന്നുമില്ലാതെ ഇരിക്കുന്നല്ലോ. പരിദീന മനസ്സായി പെട്ടെന്ന് ലോകാന്തരം പ്രാപിച്ചിട്ടൊന്നുമില്ലല്ലോ. രാമന് സംശയമുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്ത് പറ്റിയോ എന്ന്. ശ്ലോകം 7. കച്ചിത് സൗമ്യനതേ രാജ്യം ഭ്രഷ്ടം ബാലസ്യ ശാശ്വതം കച്ചി ശുശ്രൂഷസേ താതാ പിതുസത്യപരാക്രമം. ശ്ലോകം 7-ന്റെ അർത്ഥം: പരമ്പരാഗതമായ രാജ്യം അല്ലയോ സൗമ്യശീല, ചെറുപ്പമായ ഭവാന്റെ അധീനതയിൽ നിന്നും ഭ്രഷ്ടമായിട്ടില്ലല്ലോ. സത്യപരാക്രമനായ പിതാവിനെ നീ വേണ്ടും പോലെ സേവിച്ചു പോരുന്നില്ലേ. ശ്ലോകം 8. കച്ചിദ് ദശരഥോ രാജ കുശലീ സത്യസംഗരഃ രാജസൂയാശ്വമേധാനാം ആഹർത്താ ധർമ്മനേച്ഛിതഃ. രാജസൂയവും അശ്വമേധവുമെല്ലാം അനുഷ്ഠിച്ചവനും സത്യസന്ധനുമായ മഹാരാജാവ് വളരെ സന്തോഷവാനായിരിക്കുന്നില്ലേ. ശ്ലോകം 9. സ കച്ചിത് ബ്രാഹ്മണോ വിദ്വാൻ ധർമ്മനിത്യോ മഹാദ്യുതിഃ ഇക്ഷ്വാകൂണാമുപാധ്യായോ യഥാവത്താദപൂജ്യതേ. വത്സ, കൗസല്യാമാതാവും. ശ്ലോകം 9-ന്റെ അർത്ഥം, ക്ഷമിക്കണം, തെറ്റിയാണ് പറഞ്ഞത്.
ശ്ലോകം 9 ഒന്നുകൂടി ചൊല്ലാം. സ കച്ചിത് ബ്രാഹ്മണോ വിദ്വാൻ ധർമ്മനിത്യോ മഹാദ്യുതി ഇക്ഷ്വാകൂണാമുപാധ്യായോ യഥാവത്താതപൂജ്യതേ. 9ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ബ്രഹ്മജ്ഞനും ധർമ്മനിരതനും ചേതസ്വിയും ഇക്ഷ്വാകുക്കളുടെ ഉപാധ്യായനുമായ വസിഷ്ഠ മഹർഷിയെ വേണ്ടും പോലെ പൂജിച്ചു പോരുന്നില്ലേ? ശ്ലോകം 10. താത കച്ചിച്ച കൗസല്യ സുമിത്രാ ച പ്രജാപതി സുഖിനീ കച്ചിദാര്യാ ച ദേവീ നന്ദതി കൈകയീ. ശ്ലോകം 10ൻ്റെ അർത്ഥം: വത്സ, കൗസല്യാമാതാവും പ്രജാപതിയായ സുമിത്രാമാതാവും ആര്യയായ ദേവി കൈകേയിയും സന്തോഷത്തോടുകൂടി ഇരിക്കുന്നില്ലേ? രാമൻ അയോധ്യയിലെ വിശേഷങ്ങളെല്ലാം ഓരോന്നായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.